Audacity ഒരു ഫയലിന്റെ നോയ്സ് എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. ഒരു ഫയൽ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. Audacity എന്നുള്ള സെലക്ട് ആവും, അല്ലെങ്കിൽ ഇവിടെ കാണിക്കും. ഇല്ലെങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് Audacity കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് സെലക്ട് കൊടുക്കുന്നു. അപ്പോഴത് Audacity തുറന്നു വരുന്നു. Audacity തുറന്നു കഴിയുമ്പം നമ്മുടെ ഇൻപുട്ട് വോളിയം ചില സിസ്റ്റങ്ങളിൽ ഇത് ഔട്ടായി പോകുന്നുണ്ട്. അത് നമുക്ക് Audacity തുറന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സൗണ്ട് സെറ്റിങ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ സൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഇൻപുട്ട് വോളിയം ഉണ്ടോ എന്ന് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ള കാര്യം കൂടെ നോക്കിക്കോണം. ഓക്കെ, ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയലാണോ എന്നുള്ളത് നോക്കുക. റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ റെക്കോർഡിന് ശേഷം ഇങ്ങനെ ആയിരിക്കും ലഭിക്കുന്നത്. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഒരു ഫയലാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഇനി അതിന് കുറേ നോയ്സ് ഉണ്ട്, അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഫയലിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊന്ന് സൂം ചെയ്യാം. ഇത് സൂം ബട്ടൺ എടുക്കുക, എന്നിട്ട് ഒന്ന് സൂം ചെയ്യുക. അപ്പം ഈ കാണുന്ന അവിടെ ഒന്ന് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു നല്ല നോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ നോയ്സിനെ നമ്മളൊന്ന് ചെറുതായിട്ട് ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് എഫക്റ്റ് എടുക്കുക. എഫക്റ്റിനകത്ത് നോയ്സ് റിഡക്ഷൻ എന്നുള്ള എടുക്കുന്നു. അതായത് നോയ്സ് പ്രൊഫൈൽ എന്നുള്ളത് ആദ്യം എടുക്കാം. ഗെറ്റ് എ നോയ്സ് പ്രൊഫൈൽ. അതാദ്യം എത്രമാത്രം അത് നോയ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവർക്ക് സോഫ്റ്റ്വെയറിന്. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും. പിന്നെ ഇത് മൊത്തം നമ്മൾ ആ ക്ലിപ്പ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി കൺട്രോളും എയും കൂടെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റിനകത്ത് സെലക്റ്റിനകത്ത് ഓൾ എന്നുള്ള കൊടുക്കുക. അപ്പോൾ മൊത്തം സെലക്റ്റായി. ഇനി എഫക്റ്റിനകത്ത് നോയ്സ് റിഡക്ഷൻ എടുക്കാം. നോയ്സ് റിഡക്ഷനകത്ത് ഓക്കെ, ഈ വാല്യൂസ് ഒന്നും നമുക്ക് മാറ്റണമെന്നില്ല. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെഡ്യൂസ് ആവും. ഇപ്പോൾ അതിൻ്റെ സംഭവം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വെച്ച് നോക്കുമ്പോൾ ആ നോയ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തീരെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടിന് ചെറിയൊരു നോയ്സ് ഉണ്ട്. അപ്പോൾ അതും പോവും. അതുകൊണ്ട് തന്നെ നോയ്സ് ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ബാഹ്യമായിട്ടുള്ള സൗണ്ടൊന്നും ഇല്ലാത്ത. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ നോയ്സ് വരും. ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു നോയ്സ് ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ഇൻപുട്ട് പോലെ ഏറ്റവും കുറച്ചിട്ടിട്ട് ലാപ്ടോപ്പിനോട് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട്. നമുക്ക് ഏറ്റവും കുറച്ചെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോളിയം ഏറ്റവും കുറച്ചെന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യണം. അതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഡിറ്റക്ട് ചെയ്യണം. നമ്മൾ ഇൻപുട്ട് വോളിയം നോക്കിക്കഴിഞ്ഞ് ഇവിടെ സൗണ്ട് സെറ്റിങ്സിനകത്ത് ഇൻപുട്ട് വോളിയം നോക്കിക്കഴിയുമ്പം അത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒന്ന് കൈ ഒന്ന് ഞൊടിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇത് വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുക. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ നോയ്സ് കുറയ്ക്കാം. ഒന്നുകൂടെ കുറയ്ക്കണമെങ്കിലും എഫക്റ്റിനകത്ത് റിപ്പീറ്റ് നോയ്സ് റിഡക്ഷൻ കൊടുത്താൽ ഒന്നുകൂടെ കുറയും. അത്രയും തന്നെ വാല്യൂ ഒന്നുകൂടെ കുറയും. എന്തായാലും ഒത്തിരി കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സൗണ്ട് തന്നെ മാറിപ്പോവും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് സൂം ഔട്ട് ചെയ്യാനായിട്ട് ഈ മാഗ്നിഫയറിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് സൂം ഔട്ട് ആവും. ഓക്കെ, ചില സിസ്റ്റത്തിൽ എത്ര ഇൻപുട്ട് വോളിയം കൊടുത്താലും ചിലപ്പം കിട്ടത്തില്ല. അത് ചിലപ്പം സിസ്റ്റത്തിന് തന്നെ പ്രശ്നമല്ല. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് സൗണ്ട് ആൻഡ് വീഡിയോ എടുക്കുക. അതിനകത്ത് പൾസ് ഓഡിയോ വോളിയം കൺട്രോൾ എന്നുള്ളത് എടുക്കുക. അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് എന്നുള്ളതാണ് ഇപ്പം കാണിക്കുന്നത്. റെക്കോർഡിങ്ങിൻ്റെ ഇത് ഡിറ്റക്ഷൻ കുറവാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്ത് നോക്കാവുന്നതാണ്. ഇൻപുട്ട് ഡിവൈസസ് നമ്മളൊന്ന് നോക്കാം. അവിടെ ഇൻറ്റേർണൽ മൈക്രോസ്കോപ്പാണ് ഇരിക്കുന്നത്. ഹെഡ്സെറ്റ് മൈക്രോഫോൺ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കത് ഡിറ്റക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.